മഴതോരും മുൻപേ സീരിയലിന്റെ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി സൂപ്പർ അപ്കമിംഗ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ അധികാരത്തിന്റെ സ്വരത്തിൽ മാത്രം സംസാരിച്ചു നിന്നിരുന്ന വൈജയന്തി ഇപ്പോ 4 ചുവരുകൾക്കുള്ളിൽ തന്റെ കിടപ്പുമുറിയിലെ കട്ടിൽ നിസ്സഹായയായി കിടക്കുന്നു. വിധി ഒരൊറ്റ നിമിഷം കൊണ്ട് അവളുടെ ലോകം കീഴ്മേൽ മറിച്ചിരിക്കുന്നു. ചെയറിൽ നിന്നും വീണ് കാലുകൾ ഒടിഞ്ഞ് പ്ലാസ്റ്റർ ഇട്ട് അനങ്ങാൻ പോലും വയ്യാതെ കിടക്കുമ്പോൾ വൈജയന്തിയുടെ മനസ്സിൽ ശാരീരിക വേദനയേക്കാൾ വലിയൊരു നീറ്റൽ പുകയുന്നുണ്ടായിരുന്നു. പുറത്തു നേരം വെളുത്തു വരുന്നു. പക്ഷികളുടെ ഒച്ചപ്പാടുകൾ കേൾക്കാം. പക്ഷേ വൈജയന്തിയുടെ ഉള്ളിൽ കൊടുങ്കാറ്റാണ്. ഇന്നലെ വരെ താൻ ആജ്ഞാപിച്ചിരുന്നവർ, താൻ പുച്ഛിച്ചിരുന്നവർ, ഇന്ന് അവരുടെ സഹായമില്ലാതെ തനിക്ക് ഒന്ന് എഴുന്നേൽക്കാൻ പോലും കഴിയില്ലെന്ന സത്യം അവരെ വല്ലാതെ അസ്വസ്ഥയാക്കി. ബാലചന്ദ്രൻ ഓഫീസിൽ പോവാനുള്ള തിരക്കിലാണ്. ഷർട്ടിന്റെ ബട്ടണുകൾ ഇടുമ്പോഴും അയാളുടെ കണ്ണുകളിൽ വൈജയന്തിയോടുള്ള ഒരു തരം സഹതാപത്തിനേക്കാൾ ഉപരി ഇനിയെങ്കിലും നീ പഠിക്കുമോ എന്നൊരു ഭാവമായിരുന്നു. ബാലചന്ദ്ര, വൈജയന്തിയുടെ സ്വരം നേർത്തതായിരുന്നു. ആ വിളിയിൽ പണ്ടത്തെ ഗർവൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്കൊന്ന് ബാത്റൂമിലേക്ക് പോകണം, എന്നെ ഒന്ന് സഹായിക്കാമോ? ബാലചന്ദ്രൻ വാച്ചിലേക്ക് നോക്കി. സമയം വൈകുന്നു, എനിക്കൊട്ടും സമയമില്ല വൈജയ്. ഷോറൂമിൽ നേരത്തെ തന്നെ എത്തണം, ഇന്ന് നല്ല തിരക്കുള്ള ദിവസമാണ്. ബാലചന്ദ്രന്റെ വാക്ക് കേട്ട് വൈജയന്തിയുടെ മുഖം മങ്ങി. സ്വന്തം ഭർത്താവ് പോലും തന്നെ കൈവിടാണോ? എന്നാലും ഞാൻ എങ്ങനെ ഒറ്റയ്ക്ക്? ബാലചന്ദ്രൻ ഒന്ന് ചിരിച്ചു. ആ ചിരിയിൽ പരിഹാസം ഒളിപ്പിച്ചു വെച്ചതുപോലെ. അല്ല വൈജയ്, നീ തന്നെയല്ലേ പറഞ്ഞത് ഇന്ന് നിന്റെ പുതിയ വേലക്കാരി ഇങ്ങോട്ടേക്ക് വരുമെന്ന്? അലീനയേക്കാൾ മെച്ചപ്പെട്ടവൾ, അവൾ വന്ന് നിന്റെ കാര്യങ്ങളെല്ലാം നോക്കിക്കോളാമെന്നും. പിന്നെ നീ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? ആ വാക്കുകൾ വൈജയന്തിയുടെ നെഞ്ചിൽ തറച്ചു. അതെ, അലീന എന്ന അനാഥ പെണ്ണിനെ ആ വീട്ടിൽ നിന്നും പുറത്താക്കാൻ താൻ എത്രമാത്രം ആഗ്രഹിച്ചിരുന്നു. വൃത്തികെട്ടവൾ എന്നൊക്കെ വിളിച്ച് ഒരുപാടധികം അപമാനിച്ചു. അവളോ? വൈജയന്തി പല്ലിറുമിക്കൊണ്ട് ആ അലീന തന്റെ കാര്യം നോക്കണ്ട, ചത്താലും ഞാൻ അവളെ വിളിക്കില്ല. അവളെ ഇവിടെ നിന്നും പറഞ്ഞുവിടാൻ തീരുമാനിച്ചതല്ലേ, അത് നടക്കും. അന്നേരം ബാലചന്ദ്രൻ തല കുലുക്കിക്കൊണ്ട് പറയുന്നുണ്ട്, ഹോ, നിന്റെ ഒരു വാശി. എന്നാ നീ നിന്റെ പുതിയ വേലക്കാരിയും കാത്തിരുന്നോ? ഞാൻ പോവാണ്. അയാൾ തിരിഞ്ഞു നോക്കാതെ മുറി വിട്ടിറങ്ങി. വൈജയന്തി വീണ്ടും തനിച്ചായി. ജനലിലൂടെ പുറത്തേക്ക് നോക്കി. അവൾ അവിടെ തന്നെ കിടന്നു. പുതിയ വേലക്കാരി വരും, എല്ലാം ശരിയാവും, അവൾ സ്വയം ആശ്വസിച്ചു. സമയം അങ്ങനെ കടന്നുപോയി. സൂര്യൻ ഉച്ചസ്ഥായിലേക്ക് എത്തിയിരുന്നു. എന്നിട്ടും വൈജയന്തി കാത്തിരുന്ന ആ ഒരു പുതിയ വേലക്കാരി അങ്ങോട്ടേക്ക് വന്നില്ല. വിശപ്പും ദാഹവും പ്രാഥമിക ആവശ്യങ്ങളും വൈജയന്തിയെ വല്ലാതെ ബുദ്ധിമുട്ടിച്ചു തുടങ്ങി. ഇന്നലെ ഒരു ദിവസം മാത്രം വന്ന് നല്ലൊരു തുക അഡ്വാൻസ് വാങ്ങിപ്പോയ ആ സ്ത്രീയുടെ പൊടി പോലുമില്ല. ഈ നാശം പിടിച്ചവൾ എവിടെ പോയി കിടക്കുന്നു? വൈജയന്തിയുടെ ദേഷ്യം അണപൊട്ടി. അവർ ഫോണെടുത്ത് ആ നമ്പറിലേക്ക് മാറി മാറി വിളിച്ചു നോക്കി. എന്നാൽ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു എന്ന് മാത്രം. അപ്പോഴാണ് വാതിൽ തുറന്ന് ഒരു നിഴൽ അനങ്ങിയത്. അലീന. കയ്യിൽ തന്റെ തുണിത്തരങ്ങൾ അടങ്ങിയ ചെറിയൊരു ബാഗുമായി അവൾ നിൽക്കുന്നു. അവളുടെ മുഖത്ത് പരിഭവമല്ല, ദേഷ്യവുമല്ല. ആ കണ്ണുകളിൽ ഇപ്പോഴും കാണാറുള്ളത് ഒരേ ഒരു നിസ്സംഗഭാവം മാത്രം. മാഡം, അലീന വിളിച്ചു. എന്താടി, നിനക്ക് എന്താടി വേണ്ടത്? വൈജയന്തിയുടെ സ്വരത്തിൽ ഇപ്പോഴും തീപ്പൊരിയുണ്ട്. മാഡം ആഗ്രഹിച്ചതുപോലെ ഞാൻ പോവാനിറങ്ങുവാണ്. പുതിയ ആളുകൾ വരുമെന്ന് പറഞ്ഞില്ലേ, ഇനി എന്റെ ശല്യം മാഡത്തിനുണ്ടാവില്ല. ആ വാക്കുകൾ കേട്ടപ്പോൾ വൈജയന്തിയുടെ ഉള്ളൊന്ന് കാളി. പുതിയ ആള് വന്നിട്ടില്ല. താനാണെങ്കിൽ ഇവിടെ എഴുന്നേൽക്കാൻ പോലും വയ്യാതെ കിടക്കുന്നു. അലീന കൂടി പോയി കഴിഞ്ഞാൽ. ആ സമയം ബാലചന്ദ്രൻ തിരികെ വന്നു. ഉച്ചഭക്ഷണത്തിന് വന്നതായിരുന്നു അയാള്. അലീന ബാഗുമായി നിൽക്കുന്നത് കണ്ട് അയാൾ കാര്യം മനസ്സിലായി. ആ അലീന, നീ റെഡിയായോ? ബാലചന്ദ്രൻ ചോദിച്ചു. ആ സാറേ, ഞാൻ ഇറങ്ങുവാണ്. ബാലചന്ദ്രൻ വൈജയൊന്ന് നോക്കി. അവളുടെ മുഖത്തെ വെപ്രാളം അയാൾ ആസ്വദിക്കുന്നുണ്ടായിരുന്നു. അല്ല വൈജയ്, നിന്റെ പുതിയ വേലക്കാരി എവിടെ? ഇവിടെ മണി ഇത്രയും ആയില്ലേ? അലീന പോയാ പിന്നെ നിനക്ക് കൂട്ട അവരല്ലേ ഉള്ളൂ. വൈജയന്തി ഒന്നും മിണ്ടിയില്ല. എന്തു പറയാനാണ്? താൻ പറ്റിക്കപ്പെട്ടു എന്ന് സമ്മതിക്കാൻ അവളുടെ അഹങ്കാരം അനുവദിക്കുന്നില്ല. അവർ വരും, അവർ വരും, വൈജയന്തി വിക്കി വിക്കിക്കൊണ്ട് പറഞ്ഞു. ഓ, വരുമല്ലേ? ഇന്നലെ അഡ്വാൻസ് വാങ്ങിച്ചു പോയതല്ലേ, ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നുമില്ലല്ലോ. ബാലചന്ദ്രൻ വിട്ടില്ല. വൈജയന്തിയുടെ മൗനം തന്നെയായിരുന്നു ഉത്തരം. എടി അലീനെ, ബാലചന്ദ്രൻ വിളിച്ചു. നിന്നെ ഞാൻ ഓർഫണേജിലേക്ക് കൊണ്ടുപോയി വിടാം. എന്തായാലും നിന്റെ മാഡത്തിന് നിന്നെ ആവശ്യമില്ലല്ലോ. ഇത്രയും കാലം നീ ഇവിടെ കഷ്ടപ്പെട്ടതൊന്നും ആർക്കും ഓർമ്മ കാണില്ല. എന്നാലും സാരമില്ല, പോവാം. ബാലചന്ദ്രന്റെ വാക്കുകൾ വൈജയന്തിയെ നോവിച്ചു. പക്ഷേ അതിനേക്കാൾ അവളെ ഭയപ്പെടുത്തിയത് അലീന പോയി കഴിഞ്ഞാൽ ഉണ്ടാവുന്ന അവസ്ഥയായിരുന്നു. ആ മുറിയിലെ അന്തരീക്ഷം മുറുകി. ബാലചന്ദ്രൻ അലീനയും കൂട്ടിക്കൊണ്ടുപോവാൻ ഒരുങ്ങുന്നു. വൈജയന്തി കിടക്കയിൽ കിടന്ന് നിസ്സഹായയായി നോക്കുന്നു. ആ സമയം താഴെ മുറിയിൽ നിന്നും മുത്തശ്ശിയുടെ ശബ്ദം കേട്ടു. അലീനേ, മോളെ. വീൽചെയറിൽ മുത്തശ്ശി അങ്ങോട്ടേക്ക് വന്നു. കൃഷ്ണമോളായിരുന്നു മുത്തശ്ശിയെ ഉന്തിക്കൊണ്ടു വന്നത്. പ്രായത്തിന്റെ അവശതകൾ ഉണ്ടെങ്കിലും മുത്തശ്ശിയുടെ വാക്കുകൾക്ക് മൂർച്ചയുണ്ടായിരുന്നു. നീ എങ്ങോട്ടേക്കാ മോളെ ഈ പോകുന്നത്? മുത്തശ്ശി ചോദിച്ചു. ഞാൻ പോവാ മുത്തശ്ശി. ഇനി ഇവിടെ നിന്നിട്ട് എനിക്കിവിടെ സ്ഥാനമില്ലല്ലോ. മുത്തശ്ശി അന്നേരം നേരെ വൈജയന്തിയെ നോക്കി. ആ നോട്ടത്തിൽ ഒരമ്മയുടെ ശാസന ഉണ്ടായിരുന്നു. വൈജയ്, നീ എന്താ ഈ കാണിക്കുന്നത്? നിനക്ക് ബുദ്ധിയില്ലേ?
കാലും മുടിഞ്ഞ് അനങ്ങാൻ പോലും വയ്യാതെ കിടക്കുമ്പോ ഉള്ള സഹായം കൂടി നീ വേണ്ടാന്ന് പറഞ്ഞു വിടുവാണോ? അതിനമ്മേ ഞാൻ വേറെ ആളെ വൈജയന്തി ന്യായീകരിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറയാൻ തുടങ്ങി. നിന്റെ വേറെ ആളൊക്കെ ഞാൻ കണ്ടല്ലോ, എന്നിട്ടെവിടെ? ഇന്ന് അവള് വന്നില്ലേ? മുത്തശ്ശി ഇടക്ക് കയറി പറഞ്ഞു. കാശും വാങ്ങി മുങ്ങിയ ആ സ്ത്രീ ഇനി വരുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ വൈജേ? ഇനിയിപ്പോ വന്നാൽ തന്നെ അലീനെ പോലെ നിന്നെ ആര് നോക്കും? നിന്റെ മക്കളോ? മുത്തശ്ശി ചുറ്റും നോക്കി. ബബിത സോഫയിലിരുന്ന് ഫോൺ നോക്കിക്കൊണ്ടിരിക്കുന്നു. കൃഷ്ണമോളാണെങ്കിൽ ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിന്റെ മക്കൾക്ക് നിന്നെ നോക്കാൻ സമയമുണ്ടോ വൈജയന്തി? ബബിത നിനക്ക് വേണ്ടിയിട്ട് ലീവ് എടുക്കുവോ? നിനക്ക് വിശക്കുമ്പോൾ അവൾ ആഹാരമുണ്ടാക്കി അല്ലെങ്കിൽ ആഹാരം എടുത്തു തരുമോ? നിന്നെ ടോയ്ലറ്റിലേക്ക് കൊണ്ടുപോവാൻ ഇവരൊരിക്കലും വരുമെന്ന് നീ കരുതണ്ട. വൈജയന്തിയുടെ കണ്ണുകൾ നിറഞ്ഞു വന്നിരുന്നു. സത്യം കൈപ്പേറിയതാണ്. തന്റെ മക്കൾ തന്നെ സ്നേഹിക്കുന്നുണ്ട്. പക്ഷേ തന്റെ വിസർജ്യകാര്യമോ അല്ലെങ്കിൽ തന്നെ താങ്ങിപ്പിടിക്കാനോ അവരൊരിക്കലും തയ്യാറാവില്ലെന്ന് വൈജയന്തിക്ക് അറിയാമായിരുന്നു. അത് ചെയ്യാൻ അലീനെ പോലെ ഒരു സെർവന്റ് തന്നെ വേണം. അലീന പോയാ നീ നരകിക്കും വൈജയെ. പട്ടിക്കുഞ്ഞുങ്ങൾ പോലും നിന്നെ തിരിഞ്ഞു നോക്കില്ല. മുത്തശ്ശി വിധി പ്രഖ്യാപിക്കും പോലെ പറഞ്ഞു. ആ മുറിയിൽ നിശബ്ദത പടർന്നു. ബാലചന്ദ്രൻ കയ്യും കെട്ടി നോക്കി നിൽക്കാണ്. തീരുമാനം വൈജയന്തിയുടേത് തന്നെയാണ്. അവസാനം പരാജയപ്പെട്ട പോലെ വൈജയന്തി പറഞ്ഞു. നിങ്ങൾ എന്താന്ന് വെച്ചാ ചെയ്തോ, ഞാനൊന്നും പറയുന്നില്ല. അതൊരു സമ്മതമായിരുന്നു. അഹങ്കാരം തോറ്റുപോയ നിമിഷം അലീനയുടെ മുഖത്ത് നേർത്തൊരു പുഞ്ചിരി വിരിഞ്ഞു. അത് ജയിച്ചവളുടെ ചിരിയായിരുന്നില്ല, മറിച്ച് സ്നേഹം കൊണ്ട് തോൽപ്പിച്ചവളുടെ ചിരിയായിരുന്നു. ബാലചന്ദ്രൻ കണ്ണുകൊണ്ട് അലീനയെ അകത്തേക്ക് പോവാൻ ആംഗ്യം കാണിച്ചു. ശരി മാഡം. അലീന ബാഗ് തിരികെ വെച്ചു. പുതിയ ആൾ വരുന്നതുവരെ ഞാൻ നിൽക്കാം. മാഡത്തിനെ ഇങ്ങനെ ഉപേക്ഷിച്ചു പോവാൻ എനിക്ക് മനസ്സ് വരുന്നില്ല. അലീന വീണ്ടും അടുക്കളയിലേക്ക് തന്നെ പോയി. വൈജയന്തിക്ക് ആശ്വാസമായെങ്കിലും തന്റെ തോൽവി അവരെ വല്ലാതെ അസ്വസ്ഥയാക്കിയിരുന്നു. അപ്പോഴാണ് മനുവിന്റെ കാറ് മുറ്റത്തേക്ക് വന്ന് നിന്നത്. അലീനയെ കൊണ്ടുപോവാൻ പറഞ്ഞതനുസരിച്ച് വന്നതാണ് മനു. അങ്കിളെ, അലീന എവിടെ? അവൾ റെഡിയായില്ലേ? മനു ആവേശത്തോടെ ചോദിച്ചു. ബാലചന്ദ്രൻ ചിരിച്ചുകൊണ്ട് മനുവിന്റെ തോളിൽ തട്ടി. കഥയൊക്കെ മാറി മറിഞ്ഞു മനു. നിന്റെ ആന്റിക്കിപ്പോ അലീനയെ വേണം. പുതിയ വേലക്കാരി മുങ്ങിയതോടെ ആന്റി ആകെ പെട്ടുപോയി. ആന്റിപ്പോ ഈ അവസ്ഥയിലല്ലേ? ഇനി അലീന പോയാൽ പിന്നെ ആന്റി പട്ടിണിയാവുമെന്ന് വൈജയന്തിക്ക് മനസ്സിലായിട്ടുണ്ട്. മനുവിന് ചിരി അടക്കാനായില്ല. ആഹാ, അപ്പൊ പിന്നെ ആന്റിക്ക് നല്ലൊരു പണിയങ്ങ് കൊടുത്താലോ? അവൻ ബാലചന്ദ്രനുമായി ചേർന്ന് ഒരു നാടകം കളിക്കാൻ തന്നെ തീരുമാനിച്ചു. മനു വൈജയന്തിയുടെ മുറിയിലേക്ക് കയറി ചെന്നു. ആന്റി, ഞാൻ അലീനയെ കൊണ്ടുപോകാൻ വേണ്ടി വന്നതാ. അവളെവിടെ? ആന്റി പറഞ്ഞത് ശരിയാണ്. അവളെ പോലെ ഒരാൾ ഈ വീട്ടിൽ നിൽക്കാൻ ഒരിക്കലും യോഗ്യയല്ല. ഞാൻ അവളെ തിരിച്ച് ഓർഫണേജിൽ തന്നെ കൊണ്ടുപോയാക്കാം. അത് കേട്ട് വൈജയന്തി ഞെട്ടി. അലീന പോയാൽ പിന്നെ താൻ പെരുവഴിയിലാവുമെന്ന് ഇപ്പോൾ വൈജയന്തിക്ക് ഉറപ്പാണ്. വൈജയന്തി പറയുന്നത് വേണ്ട മനു, അത് അവളെ ഇപ്പൊ പറഞ്ഞു വിടണ്ട. അതെന്താ ആന്റി? ഇന്നലെ ആന്റി തന്നെയല്ലേ പറഞ്ഞത് അവളെ ഇവിടെ കാണരുത്, അവളെ കാണുന്നത് ആന്റിക്ക് വെറുപ്പാണെന്നൊക്കെ. പുതിയ വേലക്കാരി വന്നു എന്നല്ലേ പറഞ്ഞത്? മനു ചോദിച്ചു. അത് അവള് പിന്നെ വന്നില്ല മോനെ. ഫോണാണെങ്കിൽ വിളിച്ചിട്ട് എടുക്കുന്നുമില്ല. അതുകൊണ്ട് അലീന ഇവിടെ തൽക്കാലം നിൽക്കട്ടെ. അവൾക്ക് ശമ്പളം കൂടുതൽ വേണമെങ്കിൽ കൊടുക്കാം. വൈജയന്തിയുടെ സ്വരത്തിൽ ദയനീയത കലർന്നിരുന്നു. മനുവും ബാലചന്ദ്രനും പരസ്പരം നോക്കി ചിരിച്ചു. ശരി ആന്റി, ആന്റിക്ക് അത്ര നിർബന്ധമാണെങ്കിൽ അലീന തൽക്കാലം ഇവിടെ നിൽക്കട്ടെ. പക്ഷേ ഒന്നോർത്തോ, അലീന ഉള്ളതുകൊണ്ട് മാത്രമാണ് ആന്റി ഇപ്പോൾ സമാധാനത്തോടെ ഇവിടെ കിടക്കുന്നത്. അപ്പോഴേക്കും അലീന ഒരു പ്ലേറ്റിൽ ആഹാരവുമായി വന്നു. മനുവേട്ടാ, ഞാൻ പോകുന്നില്ല. മാഡത്തിന് കാലൊക്കെ ഒന്ന് ശരിയാവുന്നത് വരെ ഞാൻ ഇവിടെ തന്നെ കാണും. വൈജയന്തിയുടെ മുഖത്തേക്ക് നോക്കാതെ അലീന പറഞ്ഞു. ആടി, നീ വല്ലാതെങ്ങ് ഓവർ സ്മാർട്ട് ആവൊന്നും വേണ്ട. വൈജയന്തി തന്റെ പഴയ സ്വഭാവം പുറത്തെടുത്തുകൊണ്ട് പറഞ്ഞു. എന്റെ കാലൊന്ന് ശരിയാവട്ടെ, അപ്പൊ പിന്നെ ഞാൻ തന്നെ നിന്നെ ഇവിടെ നിന്നും പറഞ്ഞയക്കും. അലീന അന്നേരം മറുപടി ഒന്നും പറഞ്ഞില്ല. അവൾ അലീനക്ക് ഭക്ഷണം വാരിക്കൊടുത്തു. കഴിച്ചു കഴിഞ്ഞപ്പോൾ കൈയൊക്കെ കഴുകി കൊടുത്തു. ഞാൻ കുറച്ച് കഴിഞ്ഞ് വന്ന് മാഡത്തെ കുളിപ്പിച്ചു തരാം, അലീന പറഞ്ഞു. വേണ്ട, നീ എന്നെ കുളിപ്പിക്കാനൊന്നും വരണ്ട. ബാത്റൂം വരെ ഒന്ന് ആക്കി തന്നാൽ മാത്രം മതി, വൈജയന്തി പറഞ്ഞു. ശരി മാഡം, മാഡത്തിന്റെ ഇഷ്ടം പോലെ. അലീനയുടെ ആ കരുതൽ കണ്ടപ്പോൾ വൈജയന്തിയുടെ മനസ്സിൽ ഒരു കോണിൽ കുറ്റബോധം തോന്നി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് പുറത്തു കാണിക്കാനൊന്നും തന്നെ അവരുടെ ഈഗോ സമ്മതിച്ചില്ല. ഉച്ച കഴിഞ്ഞ് ബബിത കോളേജിൽ പോവാതെ വീട്ടിലുണ്ടായിരുന്നു. അവൾ സോഫയിൽ കിടന്ന് ഫോണിൽ നോക്കി സമയം കളയുകയാണ്. വൈജയന്തിക്ക് വീണ്ടും ബാത്റൂമിലേക്ക് പോവാൻ മുട്ടി. അലീന അടുക്കളയിൽ തിരക്കിലായിരുന്നു. ബബിതയെ, എടി മോളെ, വൈജയന്തി വിളിച്ചു. വിളി കേൾക്കാത്ത ഭാവത്തിൽ ബബിത വീണ്ടും ഫോണിൽ കുത്തിക്കൊണ്ടിരുന്നു. ബബിതേ, നീ ഒന്നിങ്ങോട്ടേക്ക് വന്നേ. വൈജയന്തി ഒച്ചയെടുത്ത് വിളിക്കാൻ തുടങ്ങി. അവൾ അലസമായി എഴുന്നേറ്റ് അമ്മയുടെ മുറിയിലേക്ക് വന്നു. എന്താ അമ്മേ? എന്തിനാ ഇങ്ങനെ കിടന്ന് കാറുന്നത്? ഞാൻ അവിടെ ഇരുന്ന് പഠിക്കുവാന്നറിയില്ലേ? പഠിത്തം? എടി, നീ ഫോണിലല്ലേടി നിന്റെ പഠിത്തമൊക്കെ. അതൊക്കെ പോട്ടെ, നീ ഒന്ന് എന്നെ ബാത്റൂമിലേക്ക് കൊണ്ടുപോ. ഇവിടെ കടന്നിട്ട് എനിക്ക് മടുത്തു. പിന്നെ എന്നെ ഒന്ന് ഹാളിലേക്കും കൊണ്ടുപോയി ഇരുത്തണം. ബബിതയുടെ മുഖം ചുളിഞ്ഞു. അയ്യേ, എനിക്കൊന്നും വയ്യ. അമ്മയൊക്കെ പൊക്കി പിടിക്കാൻ എന്തൊരു ഭാരമാണെന്നറിയോ? അമ്മയെ താങ്ങി പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാനും കൂടി അങ്ങ് വീഴും. അതിന് എന്നെ എടുത്തു കൊണ്ടുപോവാനല്ലേടി നിന്നോട് പറഞ്ഞത്. ഒന്ന് താങ്ങി പിടിച്ചാ പോരെ? അലീന ഇതൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, ബബിത പുച്ഛത്തോടെ പറഞ്ഞു. അത് അലീന ചെയ്യുന്ന പണി ഞാൻ ചെയ്യണോ?
ഞാൻ അമ്മയുടെ വേലക്കാരിയൊന്നുമല്ലല്ലോ. അവൾക്ക് അതിനുള്ള ശമ്പളമെങ്കിലും കൊടുക്കുന്നുണ്ട്. എന്നോട് ഈ പണിക്കൊന്നും വരണ്ട. വൈജയന്തി ബബിതയുടെ വാക്ക് കേട്ട് വൈജയന്തി ആകെ തകർന്നുപോയി. സ്വന്തം മകൾ, താൻ പാലൂട്ടി വളർത്തി ലാളിച്ചു വളർത്തിയ മകൾ, അവളെ ഒന്ന് തൊടാൻ സഹായിക്കാൻ പോലും അവൾ ഇറക്കുന്നു. എടി, ഞാൻ നിന്റെ സ്വന്തം പെറ്റ അമ്മയിലെടി. നിനക്ക് എങ്ങനെയടി എന്നോട് ഇങ്ങനെയൊക്കെ പറയാൻ തോന്നുന്നത്? ഓ, സെന്റിമെന്റ്സ് ഒന്നും വേണ്ട അമ്മേ. അമ്മ മുത്തശ്ശിയെ നോക്കുന്നത് ഞങ്ങളും കാണാറുണ്ടല്ലോ. ആ അലീനയല്ലേ മുത്തശ്ശി ഇന്ന് നോക്കുന്നത്. അപ്പൊ പിന്നെ ഞങ്ങളെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അത് വലിയൊരു തിരിച്ചടിയായിരുന്നു വൈജയന്തിക്ക്. വൈജയ മുത്തശ്ശിയോട് കാണിച്ച ക്രൂരതകൾക്കുള്ള മറുപടി സ്വന്തം മക്കളിൽ നിന്ന് തന്നെ ലഭിക്കുന്നു. കർമ്മഫലം എന്ന് പറയുന്നത് ഇതാണോ? വാതിൽക്കൽ ഇതെല്ലാം കേട്ടോണ്ട് തന്നെ ബാലചന്ദ്രൻ നിൽക്കുന്നുണ്ടായിരുന്നു. അയാളുടെ മുഖത്ത് ഗൗരവം നിഴലിച്ചു. കണ്ടോ വൈജയ്, ഇതാണ് ഞാൻ പറഞ്ഞത്. ബാലചന്ദ്രൻ അകത്തേക്ക് കയറി. മക്കളെ കണ്ടും മാമ്പൂ കണ്ടും കൊതിക്കരുത്. നീ ഇവരെ തലയിൽ വെച്ച് നടന്നതല്ലേ? അലീനെ പടിയടച്ച് പിണ്ടം വെക്കാൻ നോക്കിയതല്ലേ? അവസാനം നിനക്കൊരു തുള്ളി വെള്ളം തരാൻ പോലും ഈ അനാഥ പെണ്ണല്ലേ ഉണ്ടായതുള്ളൂ. ബാലചന്ദ്രൻ ബബിതയെ നോക്കി പറഞ്ഞു. മോളെ, നീയും ഒരു നാൾ അമ്മയാവും. അന്ന് നിനക്കും ഈ ഗതി വരാതിരിക്കാൻ പ്രാർത്ഥിക്ക്. ബബിത അതൊന്നും തന്നെ കാര്യമാക്കാതെ തോളുലച്ച് തിരിഞ്ഞു നടന്നു. വൈജയന്തി കിടക്കയിൽ തളർന്നു കിടന്നു. കവിളിലൂടെ കണ്ണുനീരൊഴുകി. തന്റെ അഹങ്കാരവും ധാർഷ്ട്യവും എല്ലാം അലിഞ്ഞു പോകുന്നത് പോലെ. താൻ വെറുത്തവൾ തന്നെ പരിചരിക്കുന്നു. താൻ സ്നേഹിച്ചവർ തന്നെ വെറുക്കുന്നു. പുറത്ത് മഴ പെയ്യാൻ തുടങ്ങിയിരുന്നു. ആ മഴയോടൊപ്പം തന്നെ വൈജയന്തി തന്റെ മനസ്സിലുള്ള അഴുക്കുകളെല്ലാം തന്നെ കഴുകി കളയുമായിരുന്നു. അങ്ങനെ വരാനിരിക്കുന്ന പുതിയ മാറ്റങ്ങളുടെ തുടക്കമാണോ ഇത്? വൈജയന്തിയുടെ ജീവിതം ഇനി അങ്ങോട്ടേക്ക് പഴയതുപോലെ ആവില്ലെന്നുറപ്പാണ്. അലീന എന്ന പെൺകുട്ടിയെ വെറും ഒരു വേലക്കാരിയായി മാത്രമല്ല, ആ വീടിന്റെ വിളക്കാണെന്ന് വൈജയന്തി തിരിച്ചറിയുന്ന നിമിഷമായിരുന്നു അത്. അതൊരു പുതിയ അധ്യായത്തിന്റെ തന്നെ തുടക്കമായിരുന്നു. വൈജയന്തിയെ സ്വന്തം അമ്മയെപ്പോലെ തന്നെ സ്നേഹിക്കുകയും പരിഗണിക്കുകയും എല്ലാം ചെയ്യുന്ന അലീനയെ പിന്നീട് ഒരിക്കലും വൈജയന്തിക്ക് വെറുക്കാൻ കഴിഞ്ഞില്ല. അലീനയോടുള്ള വൈജയന്തിയുടെ സാമീപ്യം പോലും മാറിപ്പോയിട്ടുണ്ടാവും. കുറെ ദിവസത്തെ പരിചരണത്തിനൊടുവിൽ അലീന തന്നെയായിരിക്കും വൈജയന്തിയുടെ മനസ്സെല്ലാം തന്നെ മാറ്റിമറിക്കുന്നത്. അങ്ങനെ ഇനി വരാൻ പോകുന്നത് നല്ല സൂപ്പർ അടിപൊളി എപ്പിസോഡുകളൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ.